ശ്രീനിജൻ ജുഡീഷ്യറിയെയും പോലീസ് സംവിധാനത്തെയും അവഹേളിക്കുന്നു. വി ശ്രീനിജൻ MLA ജുഡീഷ്യറിയെയും പോലീസ് സംവിധാനത്തെയും ദുരുപയോഗം ചെയ്യുകയും അവഹേളിക്കുകയും ചെയ്യുകയാണെന്ന് അഭിപ്രായപ്പെടുകയാണ് മുതിർന്ന അഭിഭാഷകനായ അഡ്വക്കേറ്റ് KM സന്തോഷ് കുമാർ. മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ മരുമകനും ഒരു അഭിഭാഷകനുമാണെന്നുള്ള വസ്തുതകൾ മറന്ന് ഇദ്ദേഹം ചെയ്തു കൂട്ടുന്ന വങ്കത്തരങ്ങൾ ജുഡീഷ്യൽ സംവിധാനങ്ങൾക്ക് തന്നെ കളങ്കമാണ് എന്ന് ഇദ്ദേഹം അഭിപ്രായപ്പെടുന്നു. 2020 ചീഫ് കോർഡിനേറ്റർ സാബു M. ജേക്കബ് കഴിഞ്ഞ ഞായറാഴ്ച പുതുർക്ക മഹാസമ്മേളന വേദിയിൽ വെച്ച് നടത്തിയ ചരിത്രപരമായ പ്രസംഗത്തിൽ തന്നെ ജാതീയമായി അപമാനിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ച് PV ശ്രീനിജൻ MLA നൽകിയ പരാതിയെക്കുറിച്ച് ആരഞ്ഞപ്പോഴാണ് അദ്ദേഹം ഈ അഭിപ്രായം രേഖപ്പെടുത്തിയത്. ശ്രീനിജൻ നൽകിയ പരാതി നിലനിൽക്കുമോ? വഴിയേ പോയ ഒരു ആരോപണം തോട്ട് കെട്ടിപ്പിടിച്ചത് എന്നെക്കുറിച്ചാണ് എന്ന് പറഞ്ഞു കൊടുത്ത പരാതിക്ക് എന്തെങ്കിലും ലീഗൽ ബേസ് ഉണ്ടോ എന്നാണ് ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇനി അഡ്വക്കേറ്റ് KM സന്തോഷ് കുമാറിന്റെ അഭിപ്രായം നമുക്ക് കേൾക്കാം. ഗുഡ് ഈവനിങ് സന്തോഷ് ജി. കഴിഞ്ഞ ഞായറാഴ്ച സാബു M. ജേക്കബിന്റെ നേതൃത്വത്തിൽ 2020 ആഭിമുഖ്യത്തിൽ നടത്തിയ ഒരു മഹാസമ്മേളനത്തിൽ വെച്ച് തന്നെ അപമാനിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി ഇന്ന് ശ്രീനിജൻ MLA ഒരു പരാതി DYSPക്ക് നൽകിയിട്ടുണ്ട്. തനിക്കെതിരെ ജാതീയപരമായ അധിക്ഷേപവും വർഗീയപരമായ പരാമർശങ്ങളും ഒക്കെ നടത്തി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം പരാതി കൊടുത്തത്. പക്ഷേ ഇതുവരെ ഏത് പരാതി രജിസ്റ്റർ ചെയ്തോന്നോ ഒന്നും നമുക്കറിയില്ല. പക്ഷേ അതിൻ്റെ നിയമവശങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പോലീസ് ഭാഷ്യം. ഇപ്പോൾ ആ പ്രസംഗം അങ്ങ് ശ്രദ്ധിച്ചു കാണുമല്ലോ. എന്ത് തോന്നുന്നു? ആ പ്രസംഗം കേട്ടിട്ട് എന്ത് തോന്നുന്നു? ആ പ്രസംഗപ്രകാരം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജാതീയപരമായോ വംശീയപരമായോ ഏതെങ്കിലും തരത്തിലുള്ളൊരു അധിക്ഷേപം ആ പ്രസംഗത്തിൽ അങ്ങേക്ക് തോന്നിയോ? അങ്ങനെ എനിക്കങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. കാരണം സാബു M. ജേക്കബിനെ പോലൊരു ക്രാന്തകൃഷിയായിട്ടൊരു ആൾക്ക് മാത്രമേ അത്തരത്തിലൊരു പ്രസംഗം നടത്താൻ കഴിയുള്ളൂ. ബിക്കോസ് ഈസ് നോട്ട് അറ്റ് ഓൾ എ പൊളിറ്റീഷ്യൻ. ബേസിക്കലി ഈസ് എ ബിസിനസ്മാൻ. അദ്ദേഹത്തെ പോലൊരാള് ആ സംസാരിച്ചത് ഞാനത് ശ്രദ്ധാപൂർവ്വം 2-3 തവണ കേട്ടു നോക്കി. അതിനകത്ത് അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ വിഷൻ, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകള്, അദ്ദേഹത്തിന്റെ ഭാവി കേരളത്തെ കുറിച്ചുള്ള സ്വപ്നങ്ങളൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ആ കൂട്ടത്തിൽ അദ്ദേഹം ശ്രീനിജൻ എന്ന് പറയുന്ന MLA സംബന്ധിച്ച് MLA അപമാനിക്കുന്ന, പേഴ്സണലി അപമാനിക്കുന്ന, MLAയുടെ പേര് പറഞ്ഞിട്ടില്ല, MLA ആണെന്ന് പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന്റെ സ്ഥാനമോ പേരോ ഒന്നും പറയാതെ ഏതോ ഒരാൾ, അത് ആരാണെന്ന് അദ്ദേഹം തോട്ടിയിട്ട് പിടിക്കുകയല്ലേ. ഇല്ലാത്ത കാര്യങ്ങൾ അദ്ദേഹമാണ് അദ്ദേഹത്തിന് സ്വയം തോന്നുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇത് റോങ് ഡൂവർ. പിന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യാഭിമാനത്തിന്റെ സുപ്രീം കോടതിയുടെ പരമാധികാര കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടിരുന്നയാളാണ്. അപ്പൊ ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു പോസ്റ്റ് അലങ്കരിച്ച ആളാണ്. എന്റെ തൊട്ടടുത്താണ് അദ്ദേഹത്തിനോട് ഏക്കർ കണക്കിന് സ്ഥലവും ഉണ്ട്. ഞാൻ താമസിക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് ഏക്കർ കണക്കിന് സ്ഥലവും അവിടെ ജാതിയും തെങ്ങും ഒക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഈ വിഷയങ്ങളൊക്കെ ഒരു കാലഘട്ടത്തില്. അപ്പൊ എന്തായാലും മിസ്റ്റർ സാബു M. ജേക്കബിന്റെ ഈ പ്രസംഗത്തിന്റെ പേരിൽ തന്നെ ജാതീയമായി അധിക്ഷേപിച്ചു, അല്ലെങ്കിൽ 1989 ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് അട്രോസിറ്റി ആക്ട് പ്രകാരം കേസെടുക്കണമെന്ന് പരാതി കൊടുത്തപ്പോൾ തന്നെ അദ്ദേഹം ചെറുതായി പോയി മിസ്റ്റർ ശ്രീനിജൻ. ഇത് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. പിന്നെ സുരജി, എനിക്ക് പറയാനുള്ളത്, ഇതിപ്പം പിണറായി ഗവൺമെന്റിന്റെ കാലഘട്ടമാണല്ലോ കേരളത്തിൽ നടക്കുന്നത്. ആരെ എപ്പോൾ എങ്ങനെ കള്ളക്കേസ് കൊടുക്കുമെന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് ഒന്നും ഒരു ഉറപ്പില്ലാത്തൊരു ലോകത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരാളെ ഉപദ്രവിക്കാൻ വേണ്ടി വേണമെങ്കിൽ കേസെടുക്കാം. പക്ഷെ ആ കേസെടുത്താലും പ്രൈമാ ഫേസിയ there is no offense is made out. ഒരു കുറ്റകൃത്യവും അതിനകത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ള എന്റെ അഭിപ്രായം. അല്ല, ഇതിനകത്തുള്ള ഏക തെളിവെന്ന് പറയുന്നത് ആ പ്രസംഗത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ്. ആ വീഡിയോ ദൃശ്യം കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാകും അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെയാണ് അത് സൂചിപ്പിക്കുന്നതെന്ന് ആർക്കും ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല എന്ന് വ്യക്തമാകും. അന്നേരം അത് അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ പോലീസ് ഇത്തരത്തിൽ സാഹസത്തിന് അവർ മുതിരുമോ? കാരണം ഇത് കോടതിയിൽ നാണംകെടില്ല ഇത് FIR ഇട്ടാൽ. ബുദ്ധിയുള്ള പോലീസുകാരാണെങ്കിൽ അതിന് പോകത്തില്ല. കാരണം അദ്ദേഹത്തിന്റെ പേര് പരാമർശിച്ചിട്ടില്ല, അദ്ദേഹത്തിന്റെ സ്ഥാനത്തെ കുറിച്ച് പരാമർശിച്ചിട്ടില്ല പ്രസംഗത്തിൽ. ഒരാള് കാട്ടുമാക്കാൻ, ആ കാട്ടുമാക്കാൻ ആരാണ്? ആ കാട്ടുമാക്കാൻ ഞാനാണെന്ന് ഞാൻ തന്നെ വന്നുകൊണ്ട് പറയുന്ന പോലെ പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ ഈ വഴിയെ പോകുന്ന ഇത് തോട്ടിയിട്ട് പിടിക്കുന്നത് എന്തിനാണ്? അപ്പൊ ഇതൊക്കെ ഒരു ആവശ്യമില്ലാത്ത അൺനെസസറി ആയിട്ടുള്ള, ബിക്കോസ് all these persons are misusing the power of the court as well as the power of the police. പോലീസിന്റെയും കോടതിയുടെയും നിയമപരമായ അധികാരത്തെ ദുർവിനിയോഗം ചെയ്യാൻ തനിക്ക് കിട്ടിയിട്ടുള്ള ഒരു പ്രിവിലേജ്
പ്രിവിലേജ് എന്താണ്? അദ്ദേഹം ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ട ആളാണെന്നുള്ളതാണ്. ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഈ പറയുന്നത് ഈ ആക്ടിന് കീഴിലുള്ള കേരളത്തിൽ നടക്കുന്ന ഒഫൻസുകളിൽ 90% കള്ളക്കേസുകളാണ്. ഐ എം കണ്ടക്ടിങ് എ ലോട്ട് ഓഫ് കേസസ്. കോട്ടയം ജില്ലാ കോടതി നാളെ ഞാൻ ഒരു കേസിൽ അപ്പിയർ ചെയ്യുന്നുണ്ട്. നാളെ പക്ക കള്ളക്കേസാണ്. എന്നിട്ട് എന്ത് ചെയ്തു? അതിനകത്ത് ഡിഫാക്ടോ കംപ്ലൈന്റ്. ഞാൻ നാളെ അപ്പിയർ ചെയ്യുന്ന കേസ് ഡിഫാക്ടോ കംപ്ലൈന്റ്. ആ ഡിഫാക്ടോ കംപ്ലൈന്റിന് ഉപയോഗിച്ച് വേറൊരാളാണ് ആ കേസ് നടത്തുന്നത്. അവർ പേഴ്സണലി ആ കോടതിയിൽ ഇട്ടിരിക്കുകയാണ് ബെയില് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്, ബെയില് ക്യാൻസൽ ചെയ്യണമെന്നുകൊണ്ട് പെറ്റീഷൻ ഇട്ടിരിക്കുകയാണ്. എന്തിനാണ്? കള്ളക്കേസുകൾ. അപ്പൊ ഇതൊരു പ്രിവിലേജ് ആണ്. അതൊരു ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ട ഒരാൾക്ക് ഉള്ളൊരു പ്രിവിലേജ് ആണല്ലോ ഇത്. ശരിക്കും അവരെ ഇത് വടക്കേ ഇന്ത്യയിലൊക്കെ ഉള്ളൂ സാറേ, ഇതൊക്കെ ഉള്ളൂ. കേരളത്തിൽ എവിടെയാ ഉള്ളത്? ശ്രീനിജൻ എംഎൽഎ എത്രയും ഉന്നതമായ പൊസിഷൻ ഒരു എംഎൽഎ അല്ലേ. അദ്ദേഹത്തിന്റെ ഭാര്യാപിതാവ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അദ്ദേഹത്തെയൊക്കെ ആരെങ്കിലും ഒക്കെ ജാതി പറഞ്ഞ് ആക്ഷേപിക്കും. അദ്ദേഹം ജാതിക്കും അതീതനായ അദ്ദേഹം. ഒരു സംവരണ മണ്ഡലമായ കുന്നത്തുനാട്ടില് ഈ ജാതി പറഞ്ഞു തന്നെയല്ലേ ഇദ്ദേഹം അവിടെ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചതും വിജയിച്ചതുമെല്ലാം. അന്നേരം നാണക്കേടില്ലായിരുന്നല്ലോ. തീർച്ചയായിട്ടും അദ്ദേഹത്തിനാണ് ഞാൻ നാണക്കേടില്ല. ഞാനൊരു സംവരണ സ്ഥാനാർത്ഥിയായിട്ടല്ല അദ്ദേഹം മത്സരിച്ചത്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ചാണ് പറഞ്ഞെന്ന് ആര് പറഞ്ഞു? സാബു ജേക്കബിന്റെ പ്രസംഗത്തിൽ ഇദ്ദേഹം ഈ പറയുന്ന ശ്രീനിജനെയാണ് അദ്ദേഹം പറഞ്ഞെന്ന് ആ പ്രസംഗത്തിന്റെ എവിടെയെങ്കിലും പരാമർശമുണ്ടോ? ശ്രീനിജൻ എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. MLA എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് ഇദ്ദേഹം ഈ പറയുന്ന ഈ അപ്പൊ അത് ഇപ്പോഴത്തെ ഒരു കേരളത്തിൽ ജീവിക്കുമ്പോൾ സൂക്ഷിക്കണം. കാരണം കേരളത്തിൽ ജീവിക്കാൻ ഭയമാണ് മനുഷ്യർക്ക്. കേരളത്തിൽ വിദ്യാഭ്യാസം ചെയ്യാൻ കുട്ടികൾക്ക് ഭയമാണ്, അല്ല താല്പര്യമില്ല. ഓടി രക്ഷപ്പെടുക, കേരളത്തിൽ നിന്ന് പോവുക. അത് തന്നെ സാബു ജേക്കബിന്റെ പ്രസംഗത്തിലും അതിൽ അദ്ദേഹം പറയുന്നത്. ഓരോന്നും അടിവരയിട്ട് അദ്ദേഹം പറഞ്ഞെന്താണ്? വിദ്യാഭ്യാസം, രാഷ്ട്രീയം, സർവ്വമേഖലയെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, വ്യവസായത്തെ കുറിച്ച് എല്ലാം പറയുന്നുണ്ട്. ഇത്രയും ഉജ്ജ്വലമായ ഒരു പ്രസംഗം, അദ്ദേഹത്തിന്റെ വാക്കുകൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെ ആവേശത്തിലൂടെയാണ് കേട്ടത്. അതിന് ഇദ്ദേഹം പ്രകോപിതനായി ഈ കള്ളപ്പരാതിയായിട്ട് പോകുന്നത്. പ്രൈമാ ഫേസിയ ഒരു ഒഫൻസ് മെയ്ഡ് ഔട്ട് ചെയ്തിട്ടുണ്ടോ? ഇതാണ് നോക്കേണ്ടത്. അതായത് ഇദ്ദേഹത്തിന്റെ ജാതിയെ ആക്ഷേപിക്കുന്ന തരത്തിൽ ഒരു പ്രൈമാ ഫേസിയ, അത് പ്രഥമ ദൃഷ്ടിയ ഒരു ഒഫൻസ് ഉണ്ടായിട്ടുണ്ടോ? ഒന്നുമില്ല. പിന്നെ കേരളത്തിലെ പോലീസ് ആയതുകൊണ്ട് വേണമെങ്കിൽ ക്രൈം രജിസ്റ്റർ ചെയ്യാം. അത്തരം സാഹചര്യങ്ങളിലെല്ലാം നാണം കെട്ടിട്ടില്ല. ഇതിനു മുമ്പും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇതേ പണി ചെയ്ത് നാണം കെട്ടതല്ലേ. വീണ്ടും ഒരു ഈ നാണം കെടുവല്ലോ. കാരണം ഈ അട്രോസിറ്റി ആക്ടിന്റെ ഒരു ദോഷം, ആ ആക്ടിനകത്ത് ആന്റിസിപ്പേറ്ററി ബെയില് പ്രൊവിഷൻ ഇല്ല. മുൻകൂർ ജാമ്യത്തിന് സാധ്യതകളില്ല. അത് ബാറാണ് ആക്ടിൽ തന്നെ. ഈ അട്രോസിറ്റി ആക്ട് പ്രകാരം കുറ്റകൃത്യം ചെയ്ത പ്രതിക്ക് മുൻകൂർ ജാമ്യത്തിന് പോയാൽ ജാമ്യം കൊടുക്കാൻ പാടില്ല. പക്ഷെ ഹൈക്കോടതി, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉത്തരവുകളിൽ പറഞ്ഞിട്ടുണ്ട്, if there is an offense is made out in prima facie, അത് നിൽക്കും. If there is an offense is not made out in prima facie, ഒരു കാരണവശാലും അങ്ങനെയുള്ളത് അത് കൺസിഡർ ചെയ്യാം, ബെയിൽ കൊടുക്കാമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. കേരള ഹൈക്കോടതി പ്രൈമാ ഫേസി ഇവിടെ കേസില്ലല്ലോ, ഒരു ഒഫൻസ് ഉണ്ടായിട്ടില്ലല്ലോ. ശ്രീനിജൻ എന്ന പേര് ഉപയോഗിച്ചിട്ടില്ല, MLA എന്നൊരു പേര് ഉപയോഗിച്ചിട്ടില്ല, ജാതി പുലയെന്നോ അല്ലെങ്കിൽ പരവൻ എന്ന് പറഞ്ഞ ജാതിയോ ഇന്നും അവിടെ ഉപയോഗിച്ചിട്ടില്ല. എന്തിനാണ് ഈ കേസ്? അപ്പൊ ഇത് ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ടും പൊതുജനങ്ങളുടെ മുമ്പിൽ ഇതൊക്കെ ആരെയാ ഭയപ്പെടുത്തുന്നത്? എന്തൊരു ലോകത്ത് നമ്മൾ ജീവിക്കും, നമ്മൾ ആലോചിക്കുകയും ചെയ്യും. അതായത് ഒരു പഞ്ചായത്തിൽ തന്നെ 10-20,000-ത്തിലധികം ആളുകൾ വന്നുകൂടുകയും ആ സമ്മേളനം വൻ വിജയമാകുകയും ചെയ്ത ആ ഒരു പേടി, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു വിജയത്തെ നണ്ടിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വെറും ഒരു ചെളിവാരി എറിയലല്ലേ ഇത്? തീർച്ചയായിട്ടും. ഇതിനു മുമ്പ് നമ്മുടെ മറുനാടൻ സാൻ സക്കറിയ സാറിന് ഉൾപ്പെടെ എതിരെ കേസെടുത്തില്ലേ? എത്ര കേസുകൾ എടുത്തു? എന്ത് ചെയ്തു? എന്തെങ്കിലും ചെയ്തു? നാളെ സുൽജിക്കെതിരെ എന്തൊക്കെ വരാൻ പറ്റുമെന്ന് പറയാൻ പറ്റുമോ? സത്യം തുറന്നു പറയുന്നവർക്കെതിരായിട്ടുള്ള ഇതെല്ലാം ഉണ്ടാവുള്ളൂ. പക്ഷെ സാബു ജേക്കബിന്റെ ആ പ്രസംഗം, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, ഞാനത് 3-4 പ്രാവശ്യം വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്നു. ആ ശ്രദ്ധയോടെ കേട്ടപ്പോ എനിക്ക് മനസ്സിലായത് അദ്ദേഹം പറഞ്ഞത് 100% ശരിയല്ലേ. 2020 ഏൽപ്പിക്കൂ. അദ്ദേഹത്തിന്റെ പഞ്ചായത്തിൽ, കിഴക്കമ്പലം പഞ്ചായത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കടബാധ്യതയിൽ നിന്ന് പഞ്ചായത്തിനെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംവിധാനം അധികാരത്തിൽ വന്നപ്പോൾ ആ കടങ്ങൾ വീട്ടി കോടികൾ ഡെപ്പോസിറ്റ് ചെയ്തു. 22 കോടി, 1-2 അല്ല, 22 കോടി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അദ്ദേഹം പറഞ്ഞത്. അത് തെറ്റാണെങ്കിൽ അത് ഡിഫാമേറ്ററി സൂട്ട് കൊടുക്കട്ടെ. ഡിഫാമേറ്ററി സൂട്ട് കൊടുക്കട്ടെ. കള്ളത്തരം പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട്, അപമാനിച്ചെന്നും പറഞ്ഞുകൊണ്ട്. അതുപോലെ പിണറായി സർക്കാർ വന്നതിന് ശേഷമുണ്ടായ ഇതിന്റെ കടബാധ്യതയുടെ റേഷ്യോ ആണ് അദ്ദേഹം പറയുന്നത്. കൃത്യമായ കണക്കല്ല അദ്ദേഹം പറയുന്നത്. ഇത് തെറ്റാണെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അതിനൊരു നടപടി സ്വീകരിക്കാൻ ഒരാൾ കള്ളത്തരം വിളിച്ചു പറഞ്ഞു.
തെറ്റിദ്ധരിപ്പിച്ചു, അല്ലെങ്കിൽ സമൂഹത്തിൽ ആളുകൾ തമ്മിൽ തർക്കമോ തടസ്സമോ അഭിപ്രായ വ്യത്യാസങ്ങളോ വിപ്ലവങ്ങളോ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയാമല്ലോ? ഒന്നുമില്ലല്ലോ. ആകെ പറയാൻ പറ്റാവുന്ന സാധനം ഇതേ ഉള്ളൂ. അല്ല, ഈ ജാതി പരാമർശം നടത്തി എന്ന് പറഞ്ഞ് എപ്പോഴും എല്ലായ്പ്പോഴും എടുത്തിട്ട് അലക്കുന്ന ഈ കാർഡ് മാത്രമേ. ഈ ജാതി കാർഡ് ഇറക്കുന്നേ, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. കേരളത്തിലെ ഏറ്റവും വലിയ വിപ്ലവകാരിയും ഏറ്റവും വലിയ റിനോവേഷന് മുൻകൈ എടുക്കുകയും കേരളത്തിലെ ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കാരവുമായിരുന്ന ഗുരുസ്വാമി പറഞ്ഞതല്ലേ ശ്രീനാരായണ ഗുരുദേവൻ. ഇവിടെ ജാതി ഭേദവും മതദ്വേഷവും ഇല്ലാതെ എല്ലാവരും സോദരത്വേന വാഴണം. ഇവിടെ ശ്രീനിജൻ ഞാൻ ഇന്ന ആളായി ഇന്ന സമുദായത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞ് അതിൽ നിന്ന് കിട്ടുന്ന ആ പ്രിവിലേജ് മിസ്യൂസ് ചെയ്യല്ല അദ്ദേഹം ചെയ്തത്. ഹീസ് മിസ്യൂസിങ് ദ പവർ, ഹീസ് അബ്യൂസിങ് ദ പ്രോസസ് ഓഫ് ദ കോർട്ട്. ഈ നടപടിയിലൂടെ കോടതിയുടെ നടപടികളെ പോലും ആക്ഷേപിക്കുകയാണ്. കോടതിക്ക് ഒരു അധികാരമുണ്ട്, പോലീസിന് അധികാരമുണ്ട്, അത് അബ്യൂസ് ചെയ്യാണ് പുള്ളി. അദ്ദേഹത്തെ അത് കളിയാക്കുകയാണ് ഇങ്ങനെ പറയുമ്പോഴത്തേന്. അദ്ദേഹത്തിനെ ഇങ്ങനെ കളിയാക്കുന്നത്? അദ്ദേഹം മാന്യമായിട്ട് സമൂഹത്തിൽ അദ്ദേഹത്തിന്റെ MLA ആയിട്ട് അദ്ദേഹത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്തെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന കാലഘട്ടത്തിൽ മാന്യമായി പ്രവർത്തിക്കുക, അല്ലാതെ സത്യം തുറന്നു പറയുന്നവരെ ആക്ഷേപിക്കുകയും കള്ളക്കേസ് കൊടുക്കുകയും ചെയ്യുന്നത് അത് ശരിയാണോ സുനിൽജി? തെറ്റല്ലേ അത്? ഇത് യഥാർത്ഥത്തിൽ ഇത് കേരളത്തെ ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു നിയമമല്ലല്ലോ സാറേ ഇത്. ഞാൻ 94 പ്രാക്ടീസ് തുടങ്ങിയ ഒരു വക്കീലാണ്. ഞാൻ ഇന്ന് ഓർക്കുകയാണ് സുനിൽജി, കോട്ടയത്ത് അന്ന് ചന്ദ്രാമരാക്ഷൻ എന്നൊരു ജഡ്ജിന്റെ മുമ്പിലാണ് ഞാൻ ആദ്യം പ്രാക്ടീസ് തുടങ്ങുന്നത്. അദ്ദേഹം ജില്ലാ. അപ്പൊ അദ്ദേഹത്തിന് ചെന്നപ്പോഴത്തേന് അന്ന് ഒരു റിട്ടയേർഡ് പോലീസ് ഓഫീസറും അദ്ദേഹത്തിന്റെ ഭാര്യ ടീച്ചറും അവരുടെ 2 പെൺപിള്ളേര് ആയിട്ട് വന്നിട്ട് അത് അട്രോസിറ്റിയുടെ ഒരു വലിയ ശക്തമായ സമയത്താണ് ആരൊരാളോട് കള്ളക്കേസ് കൊടുത്ത് ഇതിന് റിമാൻഡ് ചെയ്ത് അവരെ റിമാൻഡ് ചെയ്ത് ഞാൻ കണ്ടുകൊണ്ടിരുന്നതാണ്. എന്റെ ഇത്രയും നാളത്തെ കാലത്ത് 25 കേസ് നടന്നിട്ടുണ്ട് അട്രോസിറ്റി. 90% കേസും കള്ളക്കേസാണ്. ഇതിനെ ദുരുപയോഗം ചെയ്യാണ് ഈ വകുപ്പിനെ. കേരളത്തിൽ അങ്ങനെ വല്ല ഉണ്ടോ സുനിൽജി? ഗുരുസ്വാമിയുടെയും മഹാത്മാ അയ്യങ്കാളിയുടെയും മന്നത്ത് പത്മനാഭന്റെയും നാടല്ലേ കേരളം? ഇവിടെ ജാതി വല്ലതും ഉണ്ടോ? ഇവിടെ നമ്മളെ പോലുള്ള ആളുകൾക്ക് ജീവിക്കുന്ന ജാതിയുമായി ചിന്തിച്ചിട്ടാണോ? അല്ല. ഇനി ആകെപ്പാടെ ഇവിടെ ജാതി പറയുന്ന ഒരേ ഒരാളേ ഉള്ളൂ, വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തിന് ഒരു ഗുണവും കിട്ടിയില്ല, അദ്ദേഹത്തിന്റെ സമുദായത്തിന് ഒരു ഗുണവും കിട്ടിയില്ല ജാതി പറഞ്ഞുകൊണ്ട്. അദ്ദേഹത്തിന്റെ വന്നതിന് ശേഷം താഴോട്ട് പോയി പടവലങ്ങ പോലെ താഴോട്ട് പോയെന്നല്ലാണ്ട് അദ്ദേഹത്തിന് ഒരു ഗുണവും കിട്ടിയില്ല. ജാതി പറയുന്നവൻ ഇന്ന് സമൂഹം വികസപ്പെടും. ഇവിടെ ഇപ്പൊ ശ്രീനിജൻ എന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം എന്തിനാണ് ഈ തോട്ടിയൊക്കെ പിടിക്കുന്നത്? ഇദ്ദേഹത്തെ ഉദ്ദേശിച്ചിട്ടില്ലല്ലോ സാബു ജേക്കബിന്റെ പ്രസംഗത്തിൽ. ശ്രീനിജൻ എന്നൊരു വാക്കില്ല, MLA എന്നൊരു വാക്കില്ല. പിന്നെന്തിനാ പുള്ളി ഇതിനകത്തോട് കേസ് കൊടുക്കുന്നേ? ഇതിന്റെ പേരിൽ കേസ് കൊടുത്താൽ അദ്ദേഹം ഈ ഒരു അങ്ങനെ ക്രൈം രജിസ്റ്റർ ചെയ്താൽ അതുമായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലെ അപ്പം തന്നെ പുള്ളി ബെയിലിംഗ് ഗ്രാന്റ് ചെയ്യും. ഇത് പുള്ളി അദ്ദേഹം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ക്വാഷ് ചെയ്ത് കളയും, FIR തന്നെ ക്വാഷ് ചെയ്തു പോകും. കാരണം ഇദ്ദേഹത്തിന്റെ ഹിസ്റ്ററി പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിന് മുമ്പും പലതരത്തിൽ ഇത്തരം ഇദ്ദേഹത്തിന്റെ ഈ ജാതിപരമായ പ്രിവിലേജ് ഇദ്ദേഹം മിസ്യൂസ് ചെയ്യുകയാണ് എന്നുള്ള നിരവധി തെളിവുകളല്ലേ ഈ കള്ളക്കേസുകളിലൂടെ നിലവിൽ തന്നെയുള്ളത്. ഇത് പ്രഥമ ദൃഷ്ടിയ കോടതിക്ക് ബോധ്യപ്പെടത്തില്ലേ? തീർച്ചയായിട്ടും. അത് കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു സംവിധാനം അങ്ങനെയായി സുനിൽജി. ഇന്ന് കേരളത്തിൽ ഒരു മനുഷ്യന് മലയാളിക്ക് ജീവിക്കണം. അതുകൊണ്ടാണ് കേരളത്തിൽ ഇവിടെ ആളുകളില്ല. ഇവിടെ നാളെ വൃദ്ധന്മാരുടെ ഒരു സങ്കേതമായിട്ട് കേരളം മാറും. ഇവിടെ കേരളത്തിൽ വിദ്യാർത്ഥികളില്ല, പഠിക്കാനില്ല, തൊഴിൽ ചെയ്യാൻ ആളുകളില്ല. ഇന്ന് ബംഗാളിയും ജാർഖണ്ഡുകാരും ഒക്കെയാണ് ഇവിടെ. എന്റെ വീട്ടിലെ ജോലിക്കാർ ജാർഖണ്ഡുകാരാ. ഇവിടെ ജോലി ചെയ്യാൻ മലയാളി ഇല്ല ഇവിടെ. കാരണം മലയാളികൾ നാട് വിട്ടു പോവാണ്. കാരണം ഇവിടെ നിൽക്കാൻ മേലെ ഇവിടുത്തെ സിറ്റുവേഷൻ. അപ്പൊ ഈ സിറ്റുവേഷൻ നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ഇവിടെ ഇപ്പൊ സാധാരണഗതിയിൽ ഒരാൾക്കൊരു അഭിപ്രായം പറയാനൊന്നും പറ്റത്തില്ല. ഇപ്പൊ നാളെ ഒരു കേസ് എടുക്കുന്നു. നാളെ ഏറ്റവും കൂടുതൽ കേസാണ്. എന്താണ്? പ്രളയം കാലത്ത് നമ്മുടെ സൂര്യൻ സുബ്രഹ്മണ്യൻ കട്ടതിരിപ്പാട് കേട്ടിട്ടുണ്ടോ? സൂര്യകാലടി മന, ഫേമസ്. ആ സൂര്യകാലടി മനയിലെ തിരുമനസ് സൂര്യൻ സുബ്രഹ്മണ്യൻ പട്ടതിരിപ്പാട് അദ്ദേഹത്തിന്റെ പിതാവിന്റെ കാലത്ത് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് വിസിറ്റ് ചെയ്തിരുന്ന സ്ഥലമാണ്. അത് ഈ കൊട്ടാരത്തിൽ ചങ്ങനയുടെ ഐതിഹ്യമാലയിൽ പോലും ഉള്ളതാണ് ഈ സൂര്യകാലടി മന. അത്രയും ചരിത്രപരമായ ഒരു സ്ഥലമാണത്. അത് ഐതിഹ്യമായി എടുത്ത് വായിച്ചാൽ അറിയാം സൂര്യകാലടി മനയുടെ പ്രസക്തി. അതിന്റെ മുഖ്യ കാര്യദർശിയായിട്ടുള്ള സൂര്യൻ സുബ്രഹ്മണ്യൻ പട്ടതിരിപ്പാട് ഈ രണ്ടാമതും ഇത് വന്നപ്പം ആരും പ്രളയ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യരുത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പേരിൽ 153 ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം കേസെടുത്തു. അങ്ങനെ ആ കേസ് പോസ്റ്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ. അതിനകത്ത് ആരെയാണ് പ്രൊവോക്ക് ചെയ്തത്? ആരൊക്കെ
ഒരാൾക്കൊരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തിൽ. ഡെമോക്രാറ്റിക് കൺട്രി. ഇതാണ് അതിനകത്ത് ആരാധന വാദി ഡിവൈഎഫ്ഐയുടെ അവിടുത്തെ ലോക്കൽ ഒരു ഭാരവാഹി. ഇയാളൊരു പരാതി എഴുതി കൊടുത്തിട്ടുണ്ട്. അയാളുടെ പേര് കേസെടുത്തു സാറേ. ബഹുമാനപ്പെട്ട ആദരണീയനായ ബ്രഹ്മശ്രീ സൂര്യൻ സുബ്രഹ്മണ്യൻ ഭട്ടതിരിപ്പാടിന്റെ പേരിൽ കേസെടുത്ത കേരളത്തിലെ പോലീസാണിത്. ഒന്ന് ആലോചിച്ച് നോക്കി, എവിടെ നിൽക്കുന്നു സൂര്യൻ സുബ്രഹ്മണ്യൻ ഭട്ടതിരിപ്പാട്? അദ്ദേഹത്തെ കള്ളക്കേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത് സാറേ. ഇന്ന് കേരളം തകർന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നാട് വിട്ടു പോയാൽ നമുക്ക് രക്ഷപ്പെടാം. അത് തന്നെയല്ലേ ശ്രീജനെ പോലെ ആളുകൾ ചെയ്യുന്നത്. മിസ്യൂസിങ് ദ പവർ ഓഫ് കോർട്ട് ആസ് വെൽ ആസ് ദി പോലീസ്. കോടതിയുടെയും പോലീസ് സംവിധാനത്തിന്റെയും വിലകളയുന്ന ശ്രീനിജന്മാർക്കെതിരെ നടപടിയെടുക്കേണ്ടത് ആരാണ്? സ്വന്തം ജാതിയെപ്പോലും പകവീട്ടലിന് ഉപയോഗിക്കുന്ന ഇവരുടെ വ്യാജ പരാതികൾ പ്രകാരം പോലീസ് കേസെടുക്കുമ്പോൾ, കോടതികൾ നടപടികളെടുക്കുമ്പോൾ ഇതെല്ലാം നോക്കി നിൽക്കുന്ന ജനങ്ങളുടെ അവസ്ഥയൊന്ന് ഓർത്തു നോക്കുക. നീതിപീഠത്തോടും നിയമ സംവിധാനങ്ങളോടും അവരുടെ കാഴ്ചപ്പാടുകൾ എന്തായിരിക്കും? ജനങ്ങൾക്ക് ഈ സംവിധാനങ്ങളോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് അവർ നിയമം കയ്യിലെടുത്താൽ ആരാണ് ഉത്തരവാദി? ഒരു അപേക്ഷയേ ഉള്ളൂ. ജുഡീഷ്യൽ സംവിധാനങ്ങൾ കുഞ്ഞു കളിക്കാനുള്ളതല്ല എന്ന് ദയവായി മനസ്സിലാക്കി കൊടുക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.